നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കളിക്കില്ല, അത് പാകിസ്ഥാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. ഇതിനെക്കുറിച്ച് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും, പാകിസ്ഥാൻ ക്രിക്കറ്റിനെ അതെങ്ങനെ ബാധിക്കും, അതുപോലെ T20 വേൾഡ് കപ്പിനെ അതെങ്ങനെ ബാധിക്കും, ഇതൊക്കെയാണ് ചർച്ച. പക്ഷെ നമ്മുടെ കമൻറ്റ് ബോക്സിലെ ചർച്ച എന്താണെന്നറിയോ? അത് ഭയങ്കര രസമാണ്. അതായത് എന്തായാലും തോൽക്കേണ്ട മാച്ചല്ലേ ബഹിഷ്കരിച്ചത്, പേടിത്തൊണ്ടന്മാർ, കളിച്ചാലും തോറ്റ് പിന്നെ ഒരു വാക്കാണ്, ഒറ്റക്കാരണമുള്ളൂ, തോറ്റ് തുന്നം പാടാൻ വയ്യ, നാറുന്നതിന് ലിമിറ്റുണ്ടല്ലോ, അവർക്കത് മനസ്സിലായി, അതാണ് അവർക്ക് സേഫ്. ഇങ്ങനെ കുറേ, അതായത് പാകിസ്ഥാൻ പേടിച്ച് പിന്മാറിയതാണ് എന്നുള്ളതാണ് വ്യാപകമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കമൻറ്റിലുള്ളത്. അതായത് ഈ വിഷയത്തെ ഇതിൻ്റെ മെറിറ്റിലെടുക്കാതെ ഒരു ആവേശിഫിക്കേഷൻ അല്ലേ, അങ്ങനെയാണല്ലോ, ഒരു ആവേശിഫിക്കേഷനിൽ കാണുകയാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് അടിച്ചുവിടാം, പാകിസ്ഥാൻ പേടിച്ച് പിന്മാറി, ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റീച്ചൊക്കെ ഉണ്ടാക്കാം. റീച്ചിനാണല്ലോ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്നാണ് പൊതുവെ ഇന്നലെയൊക്കെ കമൻറ്റിൽ കണ്ട. അതായത് സഞ്ജു മോശം പ്രകടനമാണ് നടത്തിയത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് നീ സഞ്ജുവിൻ്റെ പേര് വെച്ച് റീച്ച് ഉണ്ടാക്കുകയല്ലേടാ എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊരു ഫാക്റ്റാണ്, സഞ്ജു മോശം കളിയാണ് ഈ സീരീസ് കളിച്ചതെന്ന്, അത് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ പൊതു സംസാരത്തിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ റീച്ച് കൂട്ടാം എന്നൊരു ചിന്ത ഉള്ളവരുണ്ടാവും. പക്ഷെ നമുക്ക് ഇതങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിലും മറ്റുമൊക്കെ വരുന്ന വിശകലനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഹർഷ ബോഗലയുടെ വിശകലനം ഈ വിഷയത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഇൻസിഗ്നിഫിക്കൻറ്റ് മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അതായത് ഇതിലാര് ജയിച്ചാലും ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടവർ ഇന്ത്യയും പാകിസ്ഥാനും തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാണ് അദ്ദേഹം ഒക്കെ നിരീക്ഷിച്ച് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് വലിയ കോൺസിക്വൻസസ് വേറെയുണ്ട്. കാരണം റവന്യൂവിനെ നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹൈ റവന്യൂ വരേണ്ട ഒരു മത്സരമാണ്. ബ്രോഡ്കാസ്റ്റേഴ്സിന് വലിയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ്റെ ഈ ഒരു പിൻവാങ്ങൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അത്ര ഭയന്ന് പിന്മാറേണ്ട അവസ്ഥയിലാണോ പാകിസ്ഥാൻ, നമ്മൾ ആദ്യം നോക്കാം. അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ 3-0 അവർ ഈ T20 പരമ്പര ജയിച്ചത്. ഇന്നത്തെ കളി അവർ ജയിച്ചത് 111 റൺസിലാണ്. അതായത് പാകിസ്ഥാൻ 207 റൺസ് അടിച്ചു, ഓസ്ട്രേലിയ അവർ 96 റൺസിന് ഓൾ ഔട്ടാക്കി. പിന്നെ ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസത്തെ കളി, പാകിസ്ഥാൻ 198 റൺസ് അടിച്ചു, ഓസ്ട്രേലിയ 108 റൺസിന് ഓൾ ഔട്ടായി. കളി പാകിസ്ഥാൻ ജയിച്ചത് 90 റൺസിനാണ്. അതിന് മുമ്പത്തെ കളി പാകിസ്ഥാൻ 22 റൺസിന് ജയിച്ചിരുന്നു. 3-0 തൂത്തുവാറിലാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അതും ഒരു 7-8 കൊല്ലത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഓസ്ട്രേലിയക്കെതിരെ ഒരു കളിയെങ്കിലും ജയിക്കുന്നത്. അത് തുടർച്ചയായി 3 ജയിച്ച് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ സമീപകാലത്തെ പാകിസ്ഥാൻ്റെ പ്രകടനം ഒരു 10 കളികളെങ്കിലും അവർ തുടർച്ചയായി തോറ്റിട്ടുള്ള അവസ്ഥയിലാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ആത്മവിശ്വാസമുള്ളൊരു സമയമാണ്. മാത്രമല്ല, കൊളംബോയിൽ അവർക്ക് ഇന്ത്യക്കെതിരെയുള്ള കളിക്കുമ്പോൾ 2 കളികളുണ്ട്. അതേ ഗ്രൗണ്ടിൽ തന്നെ, അല്ലെങ്കിൽ അതേ സിറ്റിയിൽ തന്നെ അവർ വീണ്ടും കളിക്കുമ്പോൾ അവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തിലാണ് അവർ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുക. ഇന്ത്യ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അവിടെ പോയി കളിച്ച് തിരിച്ചു വരണം. ഇന്ത്യയുടെ ബാക്കി കളികളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായൊരു സാഹചര്യമുള്ള ഘട്ടത്തിൽ അവരിത് കളി ബഹിഷ്കരിക്കുന്നു. അതെന്തിൻ്റെ പേരിൽ? അതെല്ലാം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ പേടിച്ച് പിൻവാങ്ങി, പേടിച്ച് ഇതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുന്നതിന് പകരം എന്തിനാണ് ഇവന്മാർ ഈ പണി ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശിനെതിരെ അൺഫെയർ ട്രീറ്റ്മെൻറ്റ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിന് കളി മുഴുവൻ ബഹിഷ്കരിക്കല്ലേ വേണ്ടത്. അതിനുള്ള ധൈര്യം അവർക്കില്ല. പകരം ഈ റവന്യൂ ഏറ്റവും അധികം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യക്കെതിരെയുള്ള കളി ബഹിഷ്കരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ ഇന്ന് ഒഫീഷ്യൽ ടൈറ്റിലൊന്നും അവരൊന്നും പറയുന്നില്ല. അവർക്ക് സത്യത്തിൽ ഇത് ബഹിഷ്കരിക്കാനുള്ള ഒരു റൈറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ടുമില്ല. അതിൻ്റെ കാരണം എന്താ അറിയും? അവർ പറഞ്ഞിടത്താണ് ഈ കളി വെച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് അവർ ട്രാവൽ ചെയ്യില്ല, ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്ന് ചാമ്പ്യൻസ് ട്രോഫിയുടെ സമയത്ത് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയ ഡീൽ അനുസരിച്ച് കളിക്കാം ശ്രീലങ്കയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് കളിക്കാമെന്ന് അവർ പറഞ്ഞനുസരിച്ചാണ് അവരുടെ കളിയൊക്കെ ശ്രീലങ്കയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തിൻ്റെ പേരിൽ ഇത് പിൻവാങ്ങണം? അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം, കളിയിലേക്ക് അവർ പൊളിറ്റിക്സ് മിക്സ് ചെയ്യുന്നു. ആ പൊളിറ്റിക്സ് മിക്സ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു ന്യായീകരണവുമില്ലാത്ത
ഒരു ബഹിഷ്കരണം ഈ ടൂർണമെൻറ്റിനെ അനിശ്ചയത്തിലാക്കാൻ വേണ്ടി അവർ ചെയ്യുകയാണ്. ഇതിന് പിന്നിൽ വീണ്ടും കുറേ ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. കളി പുരോഗമിക്കുകയാണെങ്കിൽ നോക്കൗട്ട് സ്റ്റൈലിൽ ഇന്ത്യക്കെതിരെ കളി വന്ന അവർ വാക്കോർ കൊടുക്കുമോ? അതല്ല, ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല. ഒന്ന് രണ്ട് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടവരുണ്ട്. അതിലൊരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് കളിയെ ഇങ്ങനെ സ്പോർട്സിനെ ഇങ്ങനെ കൊല്ലുന്നത് എന്നുള്ളത്. അതോടൊപ്പം വേറൊരാൾ വളരെ റിലവൻ്റ് ആയൊരു ചോദ്യം ചോദിച്ചു, അണ്ടർ 19 വേൾഡ് കപ്പ് കളിക്കാം, സീനിയർ മാച്ച് കളിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ചോദ്യം. ഇന്ത്യക്കെതിരെ കളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എല്ലാ കളിയും കളിക്കാതിരിക്കണം. ഇത് അണ്ടർ 19 കളിക്കാം, ഇത് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഏതായാലും ഇത് പക്ക പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു തീരുമാനമാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. ഒരു തരത്തിലും അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു തീരുമാനമാണ്. ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്നത് ICC ഇതിനോട് എങ്ങനെ പ്രതികരിക്കും, ICC എന്ത് തീരുമാനമെടുക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം.